പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഓഗസ്റ്റ് മാസം 25-ാം തീയതി ഹല്ലേലൂയ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോട് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്, അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായി നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറ, കർത്താവെ അങ്ങേക്ക് സ്തോത്രം. നമ്മളെ അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തിന്, ശ്രേഷ്ഠമായിട്ട് നടത്തുന്ന കർത്താവിന്, അതിശയമായി നടത്തുന്ന കർത്താവിന്, ഹല്ലേലൂയ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം കൂട്ടായിട്ടിരുന്ന് നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട്. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കരം ഉയർത്തി ഒന്നുകൂടെ പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലോട് പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളത്. അവൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകളെ നമ്മൾ ഓർത്ത് നന്ദി പറയണം. പ്രധാനമായിട്ട് ആത്മീകമായ നന്മകളെ ഓർത്ത് നന്ദി പറയണം. ഉദാഹരണം പറഞ്ഞാൽ, എന്നെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നതിനായിട്ട് സ്തോത്രം. എന്നെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്യന്തിക ശക്തിക്കായിട്ട് സ്തോത്രം. എന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിച്ചതിനായിട്ട് സ്തോത്രം, വിശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം. ഇങ്ങനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന നന്മകളെ, ആത്മീക നന്മകളെ ഓർത്ത് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ തരുന്ന കർത്താവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുപോട്ടെ, രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മൈഗ്രെയിൻ മുഖാന്തരം നാളുകളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ട മക്കൾ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ ആ ബന്ധനത്തിനകത്തുനിന്ന് പുറത്തു വരട്ടെ. നസ്രയനായ യേശുവിൻ നാമത്തിൽ ആ രോഗശക്തി വിട്ടുപോട്ടെ, പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. അതുപോലെ കാലിൻ്റെ പാദങ്ങളിൽ വേദനയായിട്ട്, കാലിൻ്റെ അടിഭാഗത്ത് വേദനയായിട്ട് നടക്കുവാൻ പ്രയാസം അനുഭവിക്കുന്നവർ, കാലിൻ്റെ ആംഗിൾ, കാൽ പൊത്തയ്ക്കൊക്കെ നീര് വന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ദൈവികാത്ഭുതം സംഭവിക്കട്ടെ. അത് സൗഖ്യമാക്കുന്ന യഹോവേ, അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല. പൂർണ്ണ സൗഖ്യം കൊടുത്ത് കർത്താവെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. പൂർണ്ണ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. എഴുന്നേറ്റ് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, ആ പ്രയാസം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറി സ്വസ്ഥമാകട്ടെ, പൂർണ്ണമായിട്ട് സ്വസ്ഥത ഉണ്ടാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് നന്ദി പറയുന്നു. കർത്താവെ, അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതി കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ബിസിനസ്സിലൊക്കെയും ജീവൻ വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതകാരം പ്രവർത്തിക്കുന്നതിന് സ്തോത്രം. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഓർത്തും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ വലിയ മുന്നേറ്റം കർത്താവിൻ്റെ വേലയിൽ ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകച്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തി ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹിച്ച കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്. ഇന്നലെ രാത്രിയിലത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹമായിരുന്നു. പരിശുദ്ധമായ ശക്തിയോടെ ഇടപെട്ട ഒരു രാത്രിയായിരുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. തിരിഹിതമായാൽ നാളെ വീണ്ടും ഇതേ സമയത്ത് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. കർത്താവെ, നാളത്തെ മീറ്റിങ്ങിനെ അങ്ങയുടെ കാര്യങ്ങളിൽ തരുന്നു. അത് അനുഗ്രഹമാക്കി തീർക്കുന്നതിന് സ്തോത്രം, അസാധാരണമാക്കി തീർക്കുന്നതിന് സ്തോത്രം, അത്ഭുതമാക്കി തീർക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നമുക്കിത് തന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല.
ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ. നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ദൈവവചനമാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പ്രധാനപ്പെട്ട ആ ഭാഗത്തിലൂടെ നമ്മൾ ഓടിയൊന്ന് പോകാൻ പോവുകയാണ്. അതായത് ഈ എബ്രായ ലേഖനം 11-ാം അധ്യായം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അധ്യായമാണ്. ആ എബ്രായ ലേഖനകർത്താവ് ദൈവജനത്തെ, അതായത് കഷ്ടതയിലൂടെയും പ്രതിസന്ധികളുടെ നടുവിലൂടെ ഒക്കെ പോകുന്ന ദൈവത്തിൻ്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കാൻ, പ്രചോദനം കൊടുക്കാൻ വേണ്ടി എഴുതിയ അധ്യായമാണ് എബ്രായ ലേഖനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. 1-ാമത്തെ വാക്യം പറയുന്നത് വിശ്വാസത്തിൻ്റെ നിർവചനം പറഞ്ഞു. എന്നാൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതിനുശേഷം 6 വാക്യങ്ങൾക്ക് ശേഷമാണ് പറയുന്നത് ഈ വിശ്വാസത്തെക്കുറിച്ച് പറയാം. ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഓപ്ഷണലായ കാര്യമല്ല. ഈ പിള്ളേർക്കൊക്കെ +1 പറയുമ്പോൾ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് എന്നൊക്കെ അങ്ങനൊരു സംഭവമല്ല. വിശ്വാസം എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടായേ പറ്റുള്ളൂ. അവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, കർത്താവിൻ്റെ അടുക്കൽ വരുന്നവൻ വിശ്വസിക്കണം. എന്താ? ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നവനാകുന്നു എന്നും വിശ്വസിക്കണം. അപ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഈ രാവിലെ എഴുന്നേറ്റ് സ്തോത്രം പറയുമ്പോൾ എൻ്റെ കർത്താവ് ഉണ്ട്, എൻ്റെ കർത്താവ് അത്ഭുതം ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കണം. അവൻ ജീവിക്കുന്ന ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം. നമ്മൾ സ്തോത്രം പറയുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം. നമ്മൾ ആരാധിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം. ഈ ദൈവം ജീവിക്കുന്നവനാണ്. 2, അവൻ തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവമാണ്. കർത്താവ് പ്രതിഫലം തരുന്ന ദൈവമാണ്. ഒരുപക്ഷെ വിശ്വാസം നമുക്ക് കാണുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കാര്യം നമുക്കറിയാം, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഈ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റപ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം. പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാത്തവരായിട്ടായിരിക്കാം ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി പല ബുദ്ധിമുട്ടിലൂടെ പോകുമായിരിക്കാം. ഒരുപക്ഷെ ഫാമിലിയിലെ സാഹചര്യങ്ങൾ പല ബുദ്ധിമുട്ടിലൂടെ പോകുമായിരിക്കാം. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാകാം. എന്ന് വാതിൽ തുറക്കുമെന്നോ എങ്ങനെ കർത്താവ് പ്രവർത്തിക്കുമെന്നോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. സാഹചര്യങ്ങൾ മാറിയില്ലെങ്കിലും കർത്താവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. അപ്പോൾ ദാവീദ് ഗോലിയാത്തിനെ കാണുമ്പോൾ ദാവീദ് ഗോലിയാത്തിനെ അല്ല കാണുന്നത്. കണ്ടവരെല്ലാവരും ഗോലിയാത്തിനെയാണ് കാണുന്നത്. ആ അജാനുബാഹുവായ ആ മല്ലനായ ഗോലിയാത്തിനെയാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ദാവീദ് കണ്ടത് ദാവീദിൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് കണ്ടത്. ദാവീദ് കണ്ടത് ദൈവത്തിൻ്റെ വലിപ്പത്തെയാണ് കണ്ടത്. എല്ലാവരും പറഞ്ഞു ഇവനോട് യുദ്ധം ചെയ്യാൻ പ്രയാസമാണ്, ഇവൻ ഭയങ്കര വലുതാണ്. പക്ഷെ ദാവീദ് പറഞ്ഞു ഇവനെ തകർക്കാൻ പ്രയാസമില്ലെന്നാണ് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിശ്വാസം വേണം. എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം മതിയായവനാണ്, എൻ്റെ ദൈവം മാറാത്തവനാണ്, എൻ്റെ കർത്താവിനെ പോലെ വലിയവനായിട്ട് ആരുമില്ല എന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ജയകരമായി ജീവിക്കാൻ പറ്റുള്ളൂ. വിശ്വാസം എന്ന് പറയുന്ന ഒരു സിമ്പിൾ കാര്യം പറഞ്ഞാൽ, കർത്താവ് എന്തു പറഞ്ഞു അത് വിശ്വസിച്ചേറ്റ് പറയുന്നതല്ല വിശ്വാസം, അത് പ്രവർത്തിക്കുന്നതാണ് വിശ്വാസം. കർത്താവ് എന്തു പറയുന്നു അത് വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, വിശ്വാസത്തോടെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, അതല്ല ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്നത് കർത്താവ് എന്തു പറഞ്ഞോ അതിന് കാലെടുത്ത് വെക്കുന്നതാണ് വിശ്വാസം. അബ്രഹാമിനെ വിളിച്ചു, വെരി ഗുഡ്, കർത്താവിനെ വിളിച്ചതാണ് എന്ന് അബ്രഹാം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അബ്രഹാം വിശ്വാസത്താൽ കാലെടുത്ത് വെച്ചു. അവിടെയാണ് അത്ഭുതം നടന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ ദൈവവചനം എന്തു പറയുന്നു? ചിലപ്പോൾ നമുക്കത് നമ്മുടെ സാഹചര്യവുമായിട്ട് യാതൊരു വിധത്തിലും യോജിക്കുന്നുണ്ടാകത്തില്ല. ഒരുപക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം. പക്ഷേ എന്തു ചെയ്യണം? കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതിനെ നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ചുവടെടുത്ത് വെക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു എന്ന് 4 പേരോട് പറയുകയല്ല വേണ്ടത്. വിശ്വാസമുണ്ടോ, വിശ്വാസത്തിൻ്റെ ചുവട് നമ്മളെടുത്ത് വെക്കണം, നമ്മുടെ കാലെടുത്ത് വെക്കണം. ആ കർത്താവ് എന്തു പറഞ്ഞു അതനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളും വിശ്വാസത്തിൻ്റെ ചുവടെടുത്ത് വെക്കുന്നവരായിരിക്കുക. അബ്രഹാം കാലെടുത്ത് വെച്ചു.
അതുപോലെ നാമും കാലെടുത്ത് വെക്കണം. ഗോലിയാത്തിന് കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദിന് കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദാവീദ് എന്ത് ചെയ്തു? ഗോലിയാത്തിനെ നേരിടാൻ തയ്യാറായി എഴുന്നേറ്റ് നിന്നു. ഇതാണ് വിശ്വാസം. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നമുക്ക് നമ്മുടെ കർത്താവിൽ വിശ്വാസം ഉണ്ടാകണം. പത്രോസിന് കർത്താവിനെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറയുകയല്ല, കർത്താവ് പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചതുകൊണ്ടാണ് പത്രോസ് കാല് വെള്ളത്തിലെടുത്ത് വെച്ചതും വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാൻ കഴിഞ്ഞതും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് വിശ്വാസം ഉണ്ടെന്ന് പറയുകയല്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. അബ്രഹാം വിശ്വസിച്ചു, അബ്രഹാം പുറപ്പെട്ടു. ദാവീദ് വിശ്വസിച്ചു, ദാവീദ് ഗോലിയാത്തിന് നേരെ എഴുന്നേറ്റ് നിൽക്കുവാൻ തയ്യാറായി. പത്രോസ് വിശ്വസിച്ചു, പത്രോസ് കാലെടുത്ത് വെച്ചു. അതുകൊണ്ട് അത്ഭുതം കണ്ടു. ആരും കാണാത്തത് കണ്ടില്ലേ? ആരും ചെയ്യാത്തത് ചെയ്തില്ലേ? അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, എന്താ ചെയ്യേണ്ടത്? വിശ്വാസം ഉണ്ടെന്ന് പറയുകയല്ല, വിശ്വാസത്തിൻ്റെ ചുവടെടുത്ത് വെക്കുക. നമ്മുടെ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ, അവൻ്റെ വചനത്തിന് മാറ്റമില്ലാത്തൊരു ബോധ്യമുണ്ടെങ്കിൽ, അവൻ എന്തു പറഞ്ഞോ അത് വിശ്വസിക്കുക, അതിനുവേണ്ടി കാലെടുത്ത് വെക്കുക, പ്രവർത്തിക്കുക. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വചനത്തിൽ നമ്മൾ ആക്ട് ചെയ്യുക. അവൻ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. വിശ്വാസമുണ്ട്? നോ, വിശ്വാസം ഉണ്ടെന്ന് പറയുകയല്ല വേണ്ടത്, കൈയെടുത്ത് വെക്കാൻ തയ്യാറാകണം. രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഇന്ന് പകൽക്കാലം ചില വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങളിലൂടെ സംഭവിക്കട്ടെ. വിശ്വാസം നിങ്ങളിലൂടെ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ എന്നാ ചെയ്യേണ്ടത്? ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും നമുക്കുണ്ടാകും. അതുകൊണ്ട് സ്റ്റാർട്ട് ഫ്രം ടുഡേ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ആരംഭിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അവൻ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.